ഒമാനിലെ മാത്രമുള്ള ഒമാനി ഷുവ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കാണുന്നത് വലിയ ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇതിന് സാധിച്ചു. മബേലയിലാണ് ഈ കാണുന്ന സ്ഥലം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത് ഡോക്ടർ താലിബാണ്. കണ്ടറിയാലോ അല്ലെ ആടുജീവിതത്തിലെ കഫിൽ. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും രസമായിട്ട് തോന്നി ഇടുന്ന ചാക്ക. നമുക്കൊരു സംശയമുണ്ട്, ഇതെങ്ങനെ ഇവർ മനസ്സിലാക്കും സ്വന്തം ചാക്കാന്നുള്ളത്. ഇതിന് മേലെ കണ്ടോ ഒരു നട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിന്റെ പീസോ പെപ്സിയുടെ ബോട്ടിലോ എന്തെങ്കിലും ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു സാധനം അവർ വെക്കുന്നുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവിടെ ആ ഒരു ഭയങ്കര ഒരു ഒത്തൊരുമയാണ് അതിനകത്ത്. ഇതിനകത്ത് ഒരു സമീർ എന്നിട്ട് പുള്ളി അതിൽ ഓർഗനൈസ് ചെയ്ത് ആൾക്കറിയാം അവിടെ എത്ര ഫാമിലീസ് വരുന്നുണ്ട്, എത്ര പേര് മീറ്റ് കൊണ്ടുവരും എന്നൊക്കെ ഉള്ളത്. അതെന്താ വെച്ചാൽ ഇതൊരു 75-ലെങ്ങാണ്ടുള്ള തുടങ്ങിയ കുഴിയാണ്. ഇത് അന്ന് തൊട്ട് വരുന്ന ആ ഫാമിലീസ് ആണ്. അതിട്ട് മൂടി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ ചെയ്തു. ഞങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ചെന്നു. 2ാമത്തെ ദിവസം നല്ല വെയിലുമാണ്. ഓപ്പൺ ചെയ്ത് ഓരോരാൾ അതിങ്ങനെ എടുത്ത് എന്നിട്ട് ഇതിനകത്ത് ഏറ്റവും രസം തോന്നിയത് അവരുടെ ആ കൂട്ടായ്മയാ, ഒത്തൊരുമയും. എന്ന് വെച്ചാൽ അവര് പുറത്തുനിന്ന് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചാണ് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ച് സലീം അൽ ആമറി എന്ന് പറഞ്ഞിട്ട് പുള്ളി നമ്മളെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി ഇതെല്ലാം തുറന്ന് കാണിച്ചത്. അങ്ങനെ ഇത് സംഭവം തുറന്നു കഴിഞ്ഞപ്പോഴേ ഈ എല്ലാം കൂടെ തട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കി പീസസ് മാംസം എല്ലാം അങ്ങ് മാറി വന്നല്ലേ. ഈ ഷുവ മസാല നല്ല കൂടുതൽ കൊറിയാൻഡറും അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ടുള്ള ഒരു മസാലയാണ് അവർ ആദ്യം പെരട്ടെന്ന് കാണിച്ചത്. അതിൽ കൂടുതൽ ഇവർ കഴിക്കുന്നതാണ് ഒരു സന്തോഷം. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒമാനി ഷുവയുടെ ഒരു ട്രഡീഷണൽ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടി. tasteomantaste.com ഫുഡി വൈബ്സ്.